ഇന്നെൻ്റെ മോള് നല്ല കുട്ടിയായിട്ടാട്ടോ രാവിലെ ഉറക്കം എണീറ്റത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ചമ്മന്തിയും കൂടെ തന്നെ മുട്ട ചിക്കിയതും ആട്ടോ ഉണ്ടാക്കിയെടുത്തത്. ഇതിൻ്റെ ഇടയിൽ മോള് കുളിക്കാനെന്നും പറഞ്ഞ് വന്ന് അവളെ കുളിപ്പിച്ച് അവൾക്കുള്ള ഭക്ഷണവും കൊടുത്തു കേട്ടോ. എന്നിട്ട് നേരെ വന്ന് കുറച്ച് പൈനാപ്പിൾ ഇരുന്നതിനടുത്ത് വേഗം തന്നെ ജ്യൂസ് അടിച്ച് വെച്ച് എന്നിട്ട് ഉച്ചത്തേക്കുള്ള അരിയും അടുപ്പിലാക്കി അതുപോലെ തന്നെ മോൾക്കുള്ള മുട്ടയും അവിക്കാൻ വെച്ചിട്ടാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും മീൻ കൊണ്ടുവരുമ്പോൾ കറി വയ്ക്കാമല്ലോ എന്നും പറഞ്ഞ് നിന്നതാ. പക്ഷേ മീനൊന്നും കിട്ടിയില്ല കേട്ടോ. അത് കാരണം പിന്നെ ഞാൻ സാമ്പാർ കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പം മലക്കറിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നേരെ പപ്പടവും പൊരിച്ചെടുത്ത് അതുപോലെ തന്നെ ഇന്ന് കാബേജ് തോരനാട്ടോ ഉണ്ടാക്കിയത്. മോള് കഴിക്കുമെന്നറിയില്ല, വെച്ച് നോക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒഴിച്ചുകൂട്ടാനും ഉണ്ടാക്കി. അപ്പോഴേക്ക് നമ്മളെ സാമ്പാർ റെഡിയായി. അതിൽ താളിച്ചും കൂടെ ഒഴിച്ചപ്പോഴേക്ക് ഉച്ചത്തെ പണിയെല്ലാം തീർന്നു കേട്ടോ. എന്നിട്ട് നേരെ ചെന്നിരുന്നപ്പോഴേക്കും വാപ്പ വൈകിട്ട് ഇതാ കുറച്ച് പരിപ്പോടെയും ഉഴുന്നോടെയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ മുറ്റം തൂക്കാനും വീടൊക്കെ തൂക്കാനായിട്ട് ഇറങ്ങി. മഴയ്ക്ക് ഇരുണ്ട് കിടപ്പുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് മഴ ഒന്നും പെയ്തില്ല കേട്ടോ. പിന്നെ ഇന്ന് ആപ്പിൾ ജ്യൂസ് അടിച്ചില്ല, മോൾക്ക് പൈനാപ്പിൾ ജ്യൂസ് കൊടുത്തു നോക്കി. എന്തോ ഭാഗ്യത്തിന് കുറച്ച് കുടിച്ചു കേട്ടോ. പിന്നെ രാത്രിയത്തേക്ക് കറി ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ ദോശ മാത്രം ചുട്ടെടുത്ത്. എന്നിട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ വാപ്പായും മോളും ഭയങ്കരമായിട്ട് എന്തോ നോക്കിക്കൊണ്ട് കിടക്കുക. നോക്കിയപ്പോൾ രണ്ടുപേരും ഗെയിമും കളിച്ച് കിടക്കുക കേട്ടോ.